BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. കോർപ്പറേഷന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ നിയമവിരുദ്ധ ഇടപെടലുകൾ വർദ്ധിക്കുന്നതിനെതിരെ പരാതിയുമായി കൗൺസിൽ യോഗം. വൻകിട കെട്ടിടങ്ങൾക്ക് മാനദണ്ഡങ്ങൾ പാലിക്കാതെ നമ്പർ നൽകുന്നതും മറ്റും സംബന്ധിച്ച PS വിജുവാണ് ഈ വിഷയം ഉന്നയിച്ചത്. ഉദ്യോഗസ്ഥർ അനധികൃത ഇടപാടുകൾക്ക് കൂട്ടുനിൽക്കുന്നതായും ഇത്തരക്കാരെ കണ്ടെത്തി ശമ്പളം തടഞ്ഞുവെക്കുന്നതുൾപ്പെടെ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതിന് മറുപടിയായി അനധികൃത ഇടപെടലുകൾക്കെതിരെ അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്ന് മേയർ M. അനിൽകുമാർ വ്യക്തമാക്കി. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് വരുന്ന പരാതികളെല്ലാം ഒപ്പിട്ട് വിജിലൻസിന് കൈമാറാനാണ് തീരുമാനമെന്നും മേയർ കൂട്ടിച്ചേർത്തു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കൊച്ചി നഗരത്തിലെ വൻ വെള്ളക്കെട്ട് മൂലമുണ്ടാകുന്ന ദുരന്ത സാധ്യതയും കണക്കിലെടുക്കണമെന്ന് കൗൺസിലിൽ ആവശ്യമുയർന്നു. കൊച്ചി നഗരത്തെ സംബന്ധിച്ച് ഇത്തരം നിർദ്ദേശങ്ങൾ അവഗണിക്കരുതെന്നും ആന്റണി പൈനൂത്തറ ചൂണ്ടിക്കാട്ടി. ഇത്തരം ദുരന്തങ്ങൾ വന്നാൽ എന്തു ചെയ്യണമെന്ന പ്രോട്ടോകോൾ ഇല്ല. പ്രകൃതി ദുരന്തം വരുമ്പോഴാണ് നാം ഇതേക്കുറിച്ച് ചിന്തിക്കുന്നതെന്നും ഹെൻറി ഓസ്റ്റിൻ ചൂണ്ടിക്കാട്ടി. കൊച്ചിക്കായി നടപ്പാക്കുന്ന മാസ്റ്റർ പ്ലാൻ അനുസരിച്ചുള്ള ലോക്കൽ ഏരിയ പ്ലാനിൽ പരിസ്ഥിതി വിഷയങ്ങൾ കൂടി പരിഗണനയിലെടുക്കുമെന്നും മേയർ പറഞ്ഞു. തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ പൊറുതിമുട്ടിയ ജനത്തിന്റെ ദുരിതം വിവരിച്ച കൗൺസിലർമാർ ABC പ്രൊജക്ട് കാര്യക്ഷമമല്ലെന്ന് പലരും പരാതിപ്പെട്ടു. പദ്ധതിയിലൂടെ വന്ധ്യംകരിച്ച പട്ടികൾ പോലും ജനങ്ങളെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണെന്നും ആക്രമണകാരികളായ പട്ടികളെ പാർപ്പിക്കാൻ പ്രത്യേക ഇടമൊരുക്കണമെന്നും തമ്മനം കൗൺസിലർ സക്കീർ തമ്മനം ചൂണ്ടിക്കാട്ടി. പട്ടിപിടുത്തം പകൽ മാത്രമാണ് നടക്കുന്നതെന്നും എന്നാൽ രാത്രിയിലാണ് കൂടുതൽ ആക്രമണകാരികളായ നായ്ക്കൾ ഉണ്ടാവുന്നതെന്നും ഇവയെ പിടിക്കാൻ നടപടിയില്ലെന്നും ഹെൻറി ഓസ്റ്റിൻ ചൂണ്ടിക്കാട്ടി. ABC പദ്ധതി സംബന്ധിച്ച കൗൺസിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഗൗരവമായി എടുക്കുന്നുവെന്നും ഇക്കാര്യത്തിൽ ആരോഗ്യ സമിതി ചെയർമാനുമായി ആലോചിച്ച് കൂടുതൽ തീരുമാനമെടുക്കുമെന്നും മേയർ മറുപടി നൽകി. ഓൺലൈൻ തട്ടിപ്പിലൂടെ 1.60 കോടി രൂപ കവർന്ന കേസിൽ 3 പേർ പിടിയിൽ. എറണാകുളം കുമ്പളം ഇക്കനാട്ടിൽ വീട്ടിൽ നീച്ചിൽ ലോറൻസ്, കുമ്പളം തുണ്ടിപ്പറമ്പിൽ വീട്ടിൽ ശിവപ്രസാദ്, പട്ടാമ്പി കപ്പൂർ ഒരുവിൻപുറത്ത് വീട്ടിൽ മുഹമ്മദ് റഫീഖ് എന്നിവരെയാണ് ഹാർബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വിരമിച്ച നാവിക ഉദ്യോഗസ്ഥനിൽ നിന്നാണ് ഇവർ വ്യാജ കമ്പനികളുടെ പേരിൽ ഓഹരി വിപണിയിൽ അമിത ലാഭം നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയെടുത്തത്. 1 മാസത്തിനുള്ളിലാണ് ഇവർ ഇത്രയും തുക തട്ടിയത്. കബളിക്കപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിയ റിട്ടയർഡ് ഓഫീസർ ഹാർബർ പോലീസിന് പരാതി നൽകുകയായിരുന്നു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. കാലടി പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്നുള്ള കാലടി ചെങ്ങൽ മിനി ബൈപ്പാസ് റോഡിന്റെ കാലടി പഞ്ചായത്ത് ഭാഗത്ത് നിന്ന് വരുന്ന 40 മീറ്റർ ഭാഗത്ത് ടൈൽ വിരിക്കുന്ന പണികൾ നടക്കുന്നതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം താൽക്കാലികമായി നിരോധിച്ചുവെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി അറിയിച്ചു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മാണ സാമഗ്രികൾ കയറ്റിപ്പോകുന്ന ലോറികളിൽ നിന്ന് ചെളിമണ്ണ് റോഡിൽ പരക്കുന്നത് അപകട സാധ്യത ഉയർത്തുന്നു. വരാപ്പുഴ പുത്തൻപള്ളി ഭാഗത്ത് നിർമ്മാണ സൈറ്റിൽ നിന്നുള്ള വാഹനങ്ങളിൽ നിന്നാണ് ചെളി റോഡിൽ പരക്കുന്നത്. സൈറ്റിൽ നിന്ന് പുറത്തു കടക്കുന്ന വാഹനങ്ങളിലെ ചെളി വൃത്തിയാക്കിയ ശേഷം പൊതുനിരത്തിൽ പ്രവേശിപ്പിക്കണമെന്ന് വ്യവസ്ഥയുണ്ടെങ്കിലും നിലവിൽ ഇത് പാലിക്കപ്പെടുന്നില്ലെന്നാണ് ആക്ഷേപം. കഴിഞ്ഞ ദിവസം റോഡിൽ ചെളി പടർന്നതോടെ ഇരുചക്ര വാഹന യാത്രികർ പലരും നിയന്ത്രണം വിട്ടെങ്കിലും അപകടങ്ങൾ ഒഴിവായി. മഴയിൽ കുതിർന്ന കൽപ്പൊടിയും പൈലിംഗ് വേസ്റ്റുമാണ് ലോറിയിൽ നിന്ന് റോഡിലേക്ക് വീഴുന്നത്. മറ്റു വാഹനങ്ങൾ കടന്നു പോകുന്നതോടെ ചെളി റോഡിൽ പരക്കും. മഴയത്ത് വാഹനങ്ങൾ തെന്നിമറയാനുള്ള സാധ്യതയും വെയിലത്ത് പൊടിശല്യവുമാണ് യാത്രികരെ വലയ്ക്കുന്നത്. അപകട സാധ്യതകൾ ഒഴിവാക്കാൻ ദേശീയപാത അധികൃതർ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യം ശക്തമാണ്. ഡൽഹിയിൽ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയും മുൻ കേന്ദ്രമന്ത്രിയുമായ KV തോമസിന്റെ ഭാര്യ ഷേർലി തോമസ് അന്തരിച്ചു. കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലിരിക്കെയാണ് ചൊവ്വാഴ്ച രാത്രിയോടെ മരണം. വടുതല പൂവങ്കേരി വീട്ടിൽ പരേതനായ കേരള പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ബർണാഡിന്റെയും ജെഡ്രൂഡിന്റെയും മകളാണ്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിവരെ തോപ്പുംപടിയിലെ വീട്ടിൽ പൊതുദർശനത്തിന് ശേഷം കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ സംസ്കാരം നടത്തും. മക്കൾ ബിജു തോമസ്, രേഖ തോമസ്, ഡോക്ടർ ജോ തോമസ്. സംസ്ഥാന വ്യാപകമായി പ്രമുഖ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ വീട്ടിലും സ്ഥാപനങ്ങളിലും GST പരിശോധന ഓപ്പറേഷൻ ഗുവാപ്പോ എന്ന പേരിലാണ് പരിശോധന നടത്തിയത്. സംസ്ഥാനത്താകെ 35ഓളം കേന്ദ്രങ്ങളിലാണ് പരിശോധന നടത്തിയത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഈ സ്ഥാപനങ്ങളെയും വ്യക്തികളെയും സംസ്ഥാന GST ഇന്റലിജൻസ് നിരീക്ഷിച്ചു വരികയായിരുന്നു.
സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിന്റെ ഇന്റലിജൻസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിഭാഗങ്ങൾ സംയുക്തമായാണ് ഓപ്പറേഷൻ നടത്തുന്നത്. കോടികളുടെ നികുതി വെട്ടിപ്പാണ് പ്രാഥമികമായി കണ്ടെത്താൻ കഴിഞ്ഞത്. സേവന മേഖലകളിലെ വ്യാപകമായി നികുതി വെട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പരിശോധന. കൊച്ചി കേന്ദ്രമായുള്ള സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പരിശോധന നടത്തിയത്. രജിസ്ട്രേഷൻ ഇല്ലാതെയും വരുമാനം കുറച്ചു കാണിച്ചുമാണ് ഇവർ വെട്ടിപ്പ് നടത്തിയത്. പറവൂർ നഗരസഭയിലെ പഴയ ഫയലുകളും രേഖകളും സൂക്ഷിച്ചിരിക്കുന്നത് ചാക്കുകളിൽ. ഇതിൽ ആവശ്യമുള്ളതും അല്ലാത്തതും ഏതെന്ന് അധികൃതർക്ക് തന്നെ വ്യക്തതയില്ല. ഉപയോഗശൂന്യമായ ടെലിവിഷനുകൾ, കമ്പ്യൂട്ടറുകൾ, തയ്യൽ മെഷീനുകൾ തുടങ്ങിയവയും മിനി കോൺഫറൻസ് ഹാളിലുണ്ട്. നഗരസഭാ ഓഫീസിന്റെ 2ാം നിലയിൽ കൗൺസിൽ ഹാളിനോട് ചേർന്നുള്ള മിനി കോൺഫറൻസ് ഹാൾ മുൻപും ജനറൽ സെക്ഷൻ ഓഫീസായിരുന്നു. നവീകരിച്ച മിനി കോൺഫറൻസ് ഹാളായി ഉപയോഗിക്കാൻ വേണ്ടി ജനറൽ സെക്ഷൻ ഓഫീസ് ഇവിടെ നിന്ന് മാറ്റി. 2010-15 ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ഹാളിൽ സീലിംഗ് നടത്തുകയും ഭിത്തികളിൽ ടൈലുകൾ ഒട്ടിക്കുകയും ചെയ്തു. ശീതീകരിക്കാൻ പദ്ധതിയുണ്ടായിരുന്നുവെങ്കിലും പൂർത്തിയായില്ല. ക്രമേണ ഈ ഹാൾ പഴയതും ഉപയോഗശൂന്യമായ വസ്തുക്കൾ സൂക്ഷിക്കുന്ന സ്ഥലമായി മാറി. പഴയ രേഖകളും ഫയലുകളും ചാക്കിലാക്കി കൂട്ടിയിടുന്നത് നിരുത്തരവാദിത്തപരമായ സമീപനമാണെന്നും സ്വതന്ത്ര കൗൺസിൽ ജോബി പഞ്ഞിക്കാരൻ പറഞ്ഞു. നഗരസഭാ ഓഫീസിന്റെ മുകളിലും ഉപയോഗശൂന്യമായ ഒട്ടേറെ വസ്തുക്കൾ കുന്നുകൂട്ടിയിട്ടിട്ടുണ്ട്. ഓൺലൈൻ സംവിധാനങ്ങൾ വന്നതോടെ ആവശ്യമില്ലാതായ ഫയലുകൾ ഒഴിവാക്കുകയും ആവശ്യമുള്ളവ ഷെൽഫ് ഒരുക്കി വയ്ക്കുകയും ഉപയോഗപ്രദമല്ലാത്ത കമ്പ്യൂട്ടറുകൾ, തയ്യൽ മെഷീനുകൾ തുടങ്ങിയവ എത്രയും വേഗം ലേലം ചെയ്യുകയും വേണമെന്നും ജോബി പഞ്ഞിക്കാരൻ ആവശ്യപ്പെട്ടു. നഗരസഭയ്ക്ക് മുകളിലുള്ള നിർമ്മിതി പൊളിക്കണമെന്ന് ഓംബുഡ്സ്മാൻ ഉത്തരവിട്ടപ്പോഴാണ് അവിടെ ചാക്കുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന പഴയ ഫയലുകൾ മിനി കോൺഫറൻസ് ഹാളിലേക്ക് മാറ്റിയതെന്ന് നഗരസഭാ അധികൃതർ പറഞ്ഞു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.